കഴിഞ്ഞ 12 വർഷമായി പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ വരാന്തകളിലും തെരുവുകളിലുമായി കഴിഞ്ഞുകൂടിയ ദൊരൈ പഞ്ചമി ദമ്പതികൾക്കും 6 മക്കൾക്കും ഇനി സ്വന്തമായി തലചായ്ക്കാൻ ഒരിടം. പയ്യന്നൂർ നഗരസഭയുടെയും ജനപ്രതിനിധികളുടെയും പെരുമ്പ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെയും ക്ലാപ്പ് കൗൺസിലിംഗ് ക്ലിനിക്കിന്റെയും സുഹൃത്തുക്കളുടെയും സംയുക്ത സഹകരണത്തോടെ അമ്പലത്തറയിലൊരുക്കിയ താൽക്കാലിക വീട്ടിലേക്ക് ഈ കുടുംബം ചൊവ്വാഴ്ച താമസം മാറി. ഒറ്റപ്പാലം സ്വദേശികളായ ഇവർ തെരുവിൽ ആക്രി പെറുക്കിയും കടകൾ അടിച്ചുവാരിയുമാണ് കുടുംബം പുലർത്തിയിരുന്നത്. സഹോദരിയുടെ വേർപാടിനെ തുടർന്ന് അവരുടെ മകളെ കൂടി സ്വന്തം മകളെ പോലെ ചേർത്തുപിടിച്ചാണ് ഈ ദമ്പതികൾ വളർത്തുന്നത്. തെരുവിൽ കഷ്ടപ്പെടുമ്പോഴും കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കാൻ ഇവർ ശ്രദ്ധിച്ചിരുന്നു. കുടുംബത്തിന് കഴിഞ്ഞ 1 മാസമായി ആവശ്യമായ കൗൺസിലിംഗ് പിന്തുണയും നൽകി വരുന്നുണ്ട്. ഇന്ന് നടന്ന ചടങ്ങിൽ വെച്ച് അതിദരിദ്ര റേഷൻ കാർഡ് സപ്ലൈ ഓഫീസർ KN ബിന്ദു കൈമാറി. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി, വൈസ് ചെയർമാൻ P ശ്യാമള, കൗൺസിലർമാരായ A സവിത, M രാമകൃഷ്ണൻ, ആശാ P, VKP ഇസ്മായിൽ, ജില്ലാ സപ്ലൈ ഓഫീസർ KN ബിന്ദു, പെരുമ്പ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി റിലീഫ് കമ്മിറ്റി ഭാരവാഹികൾ CP അബ്ദുള്ള, കാട്ടൂർ ഹംസ, S ഖാദർ, M ഷാഹുൽ ഹമീദ്, AM മുജീബ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.